നമസ്കാരം. വയനാട് പഞ്ചാരക്കൊല്ലിയിൽ ചത്ത നിലയിൽ കണ്ടെത്തിയ നരഭോജി കടുവയുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയായിരിക്കുകയാണ്. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവുകളാണ് കടുവയുടെ മരണകാരണം എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. അധികം പഴക്കമില്ലാത്ത 4 വലിയ മുറിവുകളാണ് കഴുത്തിലുള്ളത്. ഇവ മറ്റ് കടുവയുമായുള്ള ഏറ്റുമുട്ടലിൽ സംഭവിച്ചതാകാം എന്നാണ് വെറ്റിനറി ഡോക്ടർമാരുടെ വിലയിരുത്തൽ. കടുവയുടെ ശരീരത്തിൽ നിന്ന് ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടില്ല. അതേസമയം കടുവയുടെ ആമാശയത്തിൽ നിന്ന് വസ്ത്രം, കമ്മൽ, മുടി എന്നിവ കണ്ടെത്തി. കൊല്ലപ്പെട്ട സ്ത്രീയുടേതാണ് ഇവയെന്നും വനം വകുപ്പിന്റെ ക്യാമറയിൽ പതിഞ്ഞ കടുവ തന്നെയാണ് ചത്തതെന്നും ചീഫ് വൈൽഡ് ലൈഫ് വാർഡൻ പ്രമോദ് ജി കൃഷ്ണൻ സ്ഥിരീകരിച്ചിട്ടുണ്ട്. നാഷണൽ ടൈഗർ കൺസർവേറ്റീവ് അതോറിറ്റിയുടെ നിബന്ധനകൾ പ്രകാരം 4 ഡോക്ടർമാർ ഉൾപ്പെടുന്ന സംഘമാണ് കടുവയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ജനപ്രതിനിധികളുടെയും പോലീസ് ഉദ്യോഗസ്ഥരുടെയും സാന്നിധ്യത്തിലാണ് നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയത്. പഞ്ചാരക്കൊല്ലി പിലാക്കാവ് ഭാഗത്ത് തിങ്കളാഴ്ച പുലർച്ചെ 4 മണിയോടെയാണ് കടുവയെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്രയുടെ നേതൃത്വത്തിലുള്ള ദൗത്യ സംഘം കടുവയ്ക്കായി വനത്തിൽ തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് സംഭവം ഉണ്ടായത്. പിലാക്കാവിൽ നിന്ന് പഞ്ചാരക്കൊല്ലിക്ക് പോകുന്ന വഴിയിൽ റിജോ എന്നയാളുടെ വീടിന് തൊട്ടടുത്താണ് പെൺകടുവയുടെ ജഡം വനം വകുപ്പ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത്. തുടർന്ന് റിജോയെ വിവരമറിയിച്ച ഉദ്യോഗസ്ഥർ ഇക്കാര്യം മറ്റാരെയും അറിയിക്കരുത് എന്നും ദൃശ്യങ്ങൾ പകർത്തരുത് എന്നും നിർദ്ദേശിക്കുകയായിരുന്നു. പുലർച്ചെയാണ് വിവരം മറ്റുള്ളവർ അറിഞ്ഞത്. നരഭോജി കടുവ ചത്തതോടെ നാട്ടുകാർ പടക്കം പൊട്ടിച്ചും മധുരം വിതരണം ചെയ്തും മുദ്രാവാക്യം വിളിച്ചും ആശ്വാസം പ്രകടിപ്പിക്കുകയായിരുന്നു. പഞ്ചാരക്കൊല്ലിയിൽ വെള്ളിയാഴ്ച രാവിലെയാണ് കടുവയുടെ ആക്രമണത്തിൽ സ്ത്രീ കൊല്ലപ്പെട്ടത്. തറാട്ട ഉന്നതിയിലെ വനം വകുപ്പ് താൽക്കാലിക വാച്ചറായ അപ്പച്ചന്റെ ഭാര്യ രാധയാണ് മരിച്ചത്. സംഭവത്തിന് പിന്നാലെ വൻ പ്രതിഷേധമായിരുന്നു മേഖലയിൽ ഉയർന്നത്. മന്ത്രിമാരും പോലീസുകാരും വനം വകുപ്പും നാട്ടുകാരുടെ പ്രതിഷേധ ചൂട് അറിയുകയായിരുന്നു. ഞായറാഴ്ച കടുവയ്ക്കായുള്ള തിരച്ചിൽ ശക്തമാക്കി. ഇതിനിടെ RRT സംഘാംഗമായ ജയസൂജിയെ കടുവ ആക്രമിക്കുകയായിരുന്നു. നിസാര പരിക്കേറ്റ ഉദ്യോഗസ്ഥനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകി. ഇതിന് പിന്നാലെ കടുവയെ നരഭോജിയായി പ്രഖ്യാപിച്ച വെടിവെച്ച് കൊല്ലാൻ വനം വകുപ്പ് ഉത്തരവിറക്കിയിരുന്നു. അതേസമയം വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ സാന്നിധ്യത്തിൽ പഞ്ചാരക്കൊല്ലി കടുവ ഓപ്പറേഷന്റെ അവലോകന യോഗം നടന്നിരുന്നു. ജില്ലാ കളക്ടർ, SP, CCF, DFOമാർ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. പഞ്ചാരക്കൊല്ലിയിലെ കടുവ ചത്തെങ്കിലും വനം വകുപ്പിന്റെ ദൗത്യം അവസാനിപ്പിക്കില്ല എന്ന് മന്ത്രി AK ശശീന്ദ്രൻ അറിയിച്ചിട്ടുണ്ട്. മറ്റ് പല സ്ഥലങ്ങളിലും പരിശോധന തുടരാനാണ് വകുപ്പിന്റെ തീരുമാനം. കടുവയുടെ സാന്നിധ്യം റിപ്പോർട്ട് ചെയ്ത പ്രദേശങ്ങളിൽ സ്പെഷ്യൽ ഓപ്പറേഷൻ നടത്തും. ഇതുമായി ബന്ധപ്പെട്ട ക്രമീകരണം നടത്താൻ മന്ത്രി ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്.